രാജ്യം കണ്ട ഏറ്റവും ഭീകരമായ ദുരന്തം നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഈ സങ്കട ദിവസങ്ങളിൽ ജാതി മത വേർതിരിവില്ലാതെ കേരളമൊട്ടാകെ വയനാടിനു വേണ്ടി കൈകോർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ നാടിനെ ഓർത്ത്. എന്നാൽ ഇതിനിടയിലും പച്ചയ്ക്ക് വർഗീയതയുമായി വരുന്നവരെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം സംഘപരിവാറുകാരെന്ന്. അത്തരമൊരു മുഖമില്ലാത്ത RSS സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതും പുറമെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവപ്പ് ധരിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്രൊഫൈൽ പച്ചയ്ക്ക് വർഗീയത പുലമ്പുന്നത്. നോക്കാം നമുക്ക് ആ മുഖമില്ലാത്തവൻ മുസ്ലിങ്ങൾക്ക് കൊടുത്ത വർഗീയതയുടെ മുന്നറിയിപ്പ്. ഇത് കേരളമാണ്, മതമൈത്രിയുടെ നാട് എന്ന് പറയുന്നവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സൈന്യവും ഈ നാടും തിരച്ചിലിൽ ഏർപ്പെട്ടപ്പോൾ ഇസ്രായേൽ കൊന്ന ഹമാസ് തീവ്രവാദി ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി പ്രകടനം നടത്തുന്ന മലയാളികൾ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ വയനാട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുമുണ്ട്. ഹമാസ് തീവ്രവാദികളുടെ ലക്ഷ്യമെന്നത് ക്രിസ്ത്യാനിയെയും ജൂതനെയും ഹിന്ദുവിനെയും ഉന്മൂലനം ചെയ്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതാണ്. ഇവരെ പിന്താങ്ങുന്നവരുടെയും ഇവർക്ക് വേണ്ടി പ്രകടനം നടത്തുന്നവരുടെയും ലക്ഷ്യം ഇത് തന്നെയാണ് എന്നോർക്കുക. അല്ലാതെ ഇവരുടെയൊന്നും കുഞ്ഞമ്മയുടെയോ മാമന്റെയോ എന്തിനേറെ മലയാളിയോ ഇന്ത്യക്കാരനോ അല്ല ഈ ഹമാസ് കൊടും തീവ്രവാദികൾ. അവർക്ക് ഗാസയിലെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളുമാണ് അവരുടെ ലക്ഷ്യം. ഇത് കേരളമാണ് പ്രബുദ്ധരുടെ നാട് എന്ന വാക്കുകൾക്ക് അടിമപ്പെടാതെ, ആ ചതിയിൽപ്പെടാതെ കണ്ണും കാതും തുറന്ന് വളരെ ജാഗരൂകരായിരിക്കുക. അവസാനമായി ഒന്ന് പറയട്ടെ, വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാനായി വന്ന പട്ടാളത്തിന് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചു പേരുടെ ജീവൻ എടുക്കാനായി ഒരിക്കൽ കൂടെ വരേണ്ടി വരും. ഇങ്ങനെ പോകുന്നു ഈ വർഗീയവാദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ത്യൻ പട്ടാളത്തിന്റെ പേരിൽ ഇത്തരം കൊലവിളി നടത്താൻ ആരാണ് ഇവനൊക്കെ അനുമതി നൽകുന്നത്? ഹേയ് RSSകാരെ, നിനക്ക് നാണമില്ലേ? ഇങ്ങനെ ഒരു ദുരന്തം വന്ന് ഒരു നാട് മൊത്തം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ തന്റെ മതം പൊട്ടിയൊലിക്കുന്ന വർഗീയ ചിന്തകൾ തെരുവിലിട്ട് അലയ്ക്കാൻ. നിന്റെ ജീർണിച്ച വർഗീയത ഇവിടെ വില പോവില്ല. അത് ഈ നാട് ഒന്നായി ചെറുക്കും. ഇത് മനുഷ്യരെ പച്ചയ്ക്ക് കൊളുത്തുന്ന ഗുജറാത്ത് അല്ല, നിന്നെ അന്നും ഇന്നും എന്നും പടിക്ക് പുറത്തു നിർത്തുന്ന കേരളമാണ്.